പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9588686228. ക്ഷേത്രങ്ങൾക്കും ക്ഷേത്ര വിശ്വാസങ്ങൾക്കുമെതിരായ നിലപാടല്ല സംസ്ഥാന സർക്കാരിന്റേതെന്ന് AC മൊയ്തീൻ MLA. സംയമനത്തിന്റെയും സഹിഷ്ണുതയുടെയും മാർഗം സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അത്തരം നിലപാടെടുത്താൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്ര റോഡ് ബ്രിക്ക് വിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ലക്ഷ്യം നേടാൻ കഴിയുമോ എന്നാണ് കുപ്രചരണങ്ങളിലൂടെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. തൃശൂർ പൂരം ഏറ്റവും നന്നായി നടക്കണമെന്നാണ് സംസ്ഥാന സർക്കാരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് ദേവസ്വം മന്ത്രിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുണ്ട്. സംയമനത്തിന്റെയും സഹിഷ്ണുതയുടെയും നിലപാട് സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. അത്തരം നിലപാടെടുത്താൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം സാധ്യമാകൂവെന്നും ക്ഷേത്രവിശ്വാസങ്ങൾക്കും ക്ഷേത്രവിശ്വാസികൾക്കും എതിരായ നിലപാടുകൾ സർക്കാർ കൈക്കൊള്ളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം റോഡ് കട്ട വിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡും അങ്ങനെ ഒരു പ്രശ്നത്തിൽ ചെന്നുപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഒരു പ്രശ്നമില്ലാത്ത സുപ്രീം കോടതി വിധിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണെങ്കിലും ചർച്ചയാവാം എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും പ്രസിഡന്റും പരസ്യമായി പറഞ്ഞതിന് ശേഷവും അതിൽ നിന്ന് എന്തെങ്കിലും വേറെ ലക്ഷ്യം നേടാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഇപ്പം നടക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിന് സംസ്ഥാന ടൂറിസം വകുപ്പ് ഉൾപ്പെടെ വലിയ സംഭാവന നൽകുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. അത് ഏറ്റവും മനോഹരമായി നടക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനൊരു തടസ്സവും ഉണ്ടാകാതെ നടക്കാൻ വേണ്ടിയുള്ള സംവിധാനം കൊച്ചിൻ ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കും എന്നതിനകം ദേവസ്വം ബോർഡ് മന്ത്രിയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് സമീപകാല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വേറെ ഒന്നിനും എല്ലാവരെയും പ്രകോപിപ്പിക്കാനല്ല. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ട് GST അടക്കം 17 ലക്ഷം രൂപ ഉപയോഗിച്ച് 137 മീറ്റർ നീളം കട്ട വിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ചടങ്ങിൽ വെച്ച് നിർമ്മാണ കരാറുകാരനായ കരീമിനെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു. ഓവർസിയർ KK സജിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശനൻ, ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, MC ഐജു, സുധീഷ് പറമ്പിൽ, സ്വപ്ന പ്രദീപ്, PM സജി, ധന്വന്തരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, ദേവസ്വം ഓഫീസർ PB ബിജു, ധന്വന്തരി ആയുർവേദ ആശുപത്രി ഡോക്ടർ അരുൺ കൈമൾ, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് TK ശിവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, നെല്ലുവായി.